തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി വൈകും. രാവിലെ 5:55 പുറപ്പെടേണ്ട ട്രെയിൻ 8:45 പുറപ്പെടും. പെയറിംഗ് ട്രെയിൻ വൈകിയതാണ് കാരണം. ചന്തു ചന്ദ്രശേഖരന്റെ വിവരങ്ങൾ നൽകാൻ. ചന്തു പറയൂ. ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ റെയിൽവേ ട്രാക്കിൽ നിരവധി മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രെയിനുകൾ പലതും വൈകി ഓടിയത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി എത്തേണ്ട ജനശതാബ്ദിയുടെ പെയറിംഗ് ട്രെയിൻ 1:45 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് രാവിലെ പുറപ്പെടേണ്ട ട്രെയിൻ വൈകുമെന്നാണ് റെയിൽവേ അറിയിച്ചത്. രാവിലെ 5:55 ജനശതാബ്ദി പുറപ്പെടേണ്ടിരുന്നത്. 8:45 പുറപ്പെടുക. 2 മണിക്കൂറിലധികം ട്രെയിൻ വൈകുന്ന സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ റെയിൽവേ ഇക്കാര്യം യാത്രക്കാരെ അറിയിച്ചിരുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ജനശതാബ്ദി പ്രധാനമായും ഉദ്യോഗസ്ഥർ, സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നാലും മറ്റുമൊക്കെ ഈ ഉദ്യോഗസ്ഥരും ജോലിക്ക് പോകുന്നവരുമൊക്കെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു ട്രെയിനാണ്. അത് വൈകുന്ന സാഹചര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്തിന് സമീപവും മുരുക്കുംപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മരങ്ങളൊക്കെ നീക്കം ചെയ്തതിനു ശേഷം ട്രെയിനുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പുറപ്പെടേണ്ട ട്രെയിനുകളൊക്കെ വൈകി ഓടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ട്രാക്കുകളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ജനശതാബ്ദി ഇപ്പോൾ വൈകി ഓടുന്നുണ്ട്. 5:55 പുറപ്പെടുന്നതിന്റെ ട്രെയിൻ 8:45 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുക. അരുൺ.